ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും 2019 ഇത് അറ്റകുറ്റപ്പണിയല്ല, ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടി എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ രേഖയിൽ ഇത് ചെമ്പ് പാളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ സ്വർണം പൊതിഞ്ഞ ഭാഗം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പകരം ഈ നമ്മൾ ആദ്യം കണ്ട ചെമ്പുപാളി എന്ന് തന്നെ രേഖപ്പെടുത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇത് തിരിച്ചിറക്കണമെങ്കിൽ കാര്യം ഈ ഡിസൈനൂടെ വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ പ്ലെയിൻ ഷീറ്റ് കാണിച്ചുകൊണ്ടാണെങ്കിൽ പ്ലെയിൻ ഇരിക്കുന്നത്, ഈ ഡിസൈനൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഭാഗമൊന്നും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല പിന്നെ മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്യണം. ഈ കനമുള്ള ഒരെണ്ണം കനമുള്ള ഇത് ഗ്രൈൻഡ് ചെയ്തൊന്നും എടുക്കുന്ന അത്ര പ്രായോഗികമല്ല. പിന്നെ മൊത്തത്തിൽ മെൽറ്റ് ചെയ്ത് ഇത്രയും സംഭവം ആസിഡിൽ മൂസിട്ടിട്ട് ഇത് മാറ്റാൻ പറ്റും. പക്ഷെ അപ്പം ഈ ചെമ്പുപാളി പോകും. ഒരു സംശയം കൂടെ ഉള്ളത്, ഇപ്പൊ ഡിസൈൻ എന്ന് പറയും, ഇപ്പൊ നമുക്കിവിടെ ഈ ശില്പത്തിൽ ഇങ്ങനെയുള്ള ഡിസൈനുകളുണ്ട്. ഇത് ചെമ്പ് പൊതിയുമ്പോഴും ഇതേ ഡിസൈൻ തന്നെ അതിൽ വരും. അപ്പൊ ഇത് നമ്മൾ അരക്ക് വെച്ചിട്ടാണ് ചെമ്പ് ആദ്യമേ ഈ സ്വർണം പൂശുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ മുളച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ചെമ്പ് പൂശുമ്പോഴും മുളച്ചു നിൽക്കണം. അത് നമ്മൾ അരക്കി വെച്ചിട്ട് അടിച്ചാണ് അത് എടുക്കുന്നത്. അപ്പം അങ്ങനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ ഇതിനകത്ത് പെട്ട സ്വർണം ഒരിക്കലും മാറ്റാൻ പറ്റില്ല, ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഗ്രൈൻഡ് ചെയ്തെടുത്താൽ ഇതങ്ങ് ഓട്ടയായി പോകും. ഇപ്പോൾ ഒരു സംശയം കൂടെ, ഇപ്പോൾ 2019 ഈ സ്പോൺസർ എന്ന് പറയുന്ന ആളുടെ കൈവശം ഇത് കൊടുത്തു വിടുകയാണല്ലോ. പമ്പയിൽ നമ്മൾ എത്തുന്നു ഈ സംഭവം, ഇത് ഇങ്ങനെ ഊരിയെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇത് പോകുന്ന പോക്കിൽ ഈ പറയുന്ന ഇപ്പോൾ മെർക്കുറി സഹിതമാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചൂടാക്കി ആ സ്പോട്ടിലേ അത് പോകും. മെർക്കുറി ചൂടാക്കുമ്പോഴത്തേക്കും ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെർക്കുറി അങ്ങ് പോകും. ഇതിപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്ക് ഇത് അപഹരിക്കണം എന്ന് കരുതുക, സപ്പോസ് അങ്ങനെയാണെങ്കിൽ ചെമ്പ് മാത്രമായി അവിടെ നിർത്തിക്കൊണ്ട് ഈ ഒരു സ്വർണ്ണ പൊതിഞ്ഞത് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഇല്ല, ഇത് മാത്രമായിട്ട് റിമൂവ് ചെയ്യണേ രണ്ട് മെത്തഡാണ്. ഒന്ന്, ഇത് മൊത്തം മൂസിടണം. അതായത് ഈ ചെമ്പും സാധാരണ നമ്മുടെ 916 ആഭരണം ഉണ്ടല്ലോ, 916 ആഭരണം എന്ന് പറയുന്നത് ചെമ്പും സ്വർണ്ണം കൂടെ ഉള്ള മിക്സാണ്. 22 ക്യാരറ്റ് സ്വർണവും ബാക്കി അതിനകത്ത് ചെമ്പുമാണ്. അപ്പം അത് നമ്മൾ തങ്കമാക്കുമല്ലോ. അതായത് പഴയ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് തങ്കമാക്കുന്നത് വെച്ചാൽ ഇത് മൊത്തം നൈട്രിക് ആസിഡിലോ ഇട്ടിട്ട് ഇത് മൂസിടുക എന്ന് പറയും. മൊത്തത്തിൽ ചെമ്പ് മൊത്തം ആസിഡിൽ അലിയിച്ച് കളയും. സ്വർണ്ണമായ ലായനി കാണും. അത് പിന്നെ വേറൊരു പ്രക്രിയ കൂടെ അത് തിരിച്ചെടുക്കും. അങ്ങനെയാണ് തങ്കത്തിന്റെ ഡിപ്പോസിറ്റ് ആയിട്ട് തങ്കം ഇതായിട്ട് വരുന്നത്. ഇത് കൊണ്ടുപോകുന്ന ആൾക്ക് ഈ ചെമ്പ് പാളി മുഴുവനായിട്ട് അഴിച്ചെടുക്കാം. അതായത് ചെമ്പ് പാളി എടുക്കുന്ന കൂട്ടത്തിൽ ഇതും വരും. അത് ഈ പറയുന്ന പ്രോസസ്സിൽ കൂടി മാറ്റിയെടുക്കാം. നമ്മളിപ്പോൾ അവർ അഴിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇത് അഴിച്ചു വരിക. ഈ അഴിച്ചു വരുന്ന സംഭവം ഇതേ രീതിയിൽ തന്നെ അവർക്ക് ഇതിന് ഈ സ്വർണം മാത്രമായിട്ട് വേർതിരിക്കാൻ പറ്റില്ല. ഇതങ്ങ് നമ്മൾ പെർമനന്റ്ലി ഇതുമായിട്ടങ്ങ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സ്വർണം മാത്രമായിട്ട് വേർതിരിച്ചിട്ട് ഈ ചെമ്പുപാളി പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഈ ഡിസൈൻ എല്ലാം വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ മൈന്യൂട്ട് ഡിസൈൻസ് വരുന്നതുകൊണ്ട് പിന്നെ അവരത് ഗ്രൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരെണ്ണം കനത്തിൽ നിന്ന് എങ്ങനെ എത്ര ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും? ഇതിന്റെ കനം ഇത്രേ ഉള്ളൂ. നമ്മൾ രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന്, ഭക്തിയെ വിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ ഒരു പാളിയാണ് എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ വിശ്വാസികൾക്ക് ഇത് വലിയ കാര്യമാണ്. ഇനി അതല്ല, സ്വർണം മാറ്റുക എന്നുള്ളതാണെങ്കിൽ ഈ സ്വർണം ഈ പറയുന്ന രീതിയിൽ ഇതിൽ നിന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതേ തൂക്കം തന്നെ കിട്ടുമോ? ഒരിക്കലും ഇതിനകത്ത് സ്വർണത്തിന് വേണ്ടി ഇത് മാറ്റുന്നതിനേക്കാൾ നമ്മളിപ്പം ഇത് സ്വർണം എടുക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് തന്നെ ധനത്തിന് വേണ്ടിയാണല്ലോ. അതായത് ഇതേ സാധനം ഇതിൽ നിന്ന് സ്വർണം റിമൂവ് ചെയ്താൽ ഇപ്പം ജസ്റ്റ് ഇപ്പം നമ്മളൊരു 500 ഗ്രാം അതിനകത്തുണ്ടെന്ന് വിചാരിക്കുക. രണ്ട് ഇതും കൂടെ 500 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. 500 ഗ്രാമിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു 300 ഗ്രാം അതിനകത്തുണ്ട്, പുള്ളിക്ക് അത് റിമൂവ് ചെയ്തെടുക്കുകയെങ്കിൽ ആ 300 ഗ്രാമിന് കിട്ടുന്ന പൈസയെക്കാട്ടിലും പുള്ളിക്ക് കിട്ടുന്നത് ഈ സ്വർണം ഇതിലിരിക്കുന്ന ചെമ്പുപാളിക്കാണ്. പുള്ളി അപ്പം അതിനല്ലേ ചെയ്യത്തുള്ളൂ. കാര്യം ഈ സ്വർണം കിട്ടുന്നതിനേക്കാൾ പൈസയല്ലേ വേണ്ടേ? ധനമാണല്ലോ ഇവരുടെ അത്യന്തിക ലക്ഷ്യം. അപ്പം ധനത്തിന് ഈ സ്വർണം ഇരിക്കുന്ന പാളിക്കാണ് വില. അതായത് ഇതിപ്പം ഇത് പണമാണ് ലക്ഷ്യമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടം കൊടുത്താൽ മതി. കോടിക്കണക്കിനോടെ വ്യത്യാസമാണ്. ഇപ്പൊ സ്വർണ്ണം ഇപ്പം 300 ഗ്രാമോ 400 ഗ്രാമോ സ്വർണ്ണം ഇതിൽ നിന്ന് വേർതിരിക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടാവുന്ന പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം 1/2 കിലോ ഉണ്ടെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപ അത്രയേ ഉള്ളൂ അതിന്റെ വില വരുന്നത്. അപ്പം ഈ പറഞ്ഞ 1/2 കിലോ സ്വർണം ഈ ചെമ്പിൽ തന്നെ പൊതിഞ്ഞ ഈ ചെമ്പ് അതായത് പോലെ ഇരിക്കുകയാണെങ്കിൽ അതിന് കോടിക്കണക്കിന് രൂപ വിലയാണ്. കാര്യം അങ്ങനത്തെ ആൾക്കാർ, അത് മേടിക്കത്തക്ക രീതിയിലുള്ള ആൾക്കാർ ഇവരുടെ കസ്റ്റഡിയിലുണ്ട്. അത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണോ, അല്ലെങ്കിലും കിട്ടുമോ അത്രയും പണം? അല്ലെങ്കിലും അല്ല, ആന്റിക് ആയതുകൊണ്ട്, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത്. മാത്രമല്ല എനിക്കൊരു സംശയം, ഞാനൊരു പ്രത്യേക കാര്യം, അത് നമ്മുടെ ശ്രീ ജയറാമിന്റെ വീട്ടിൽ ഇത് പ്രദർശിക്കുമ്പോൾ ഇതിന്റെ അടിയിലത്തെ ഈ ദ്വാരപാല ശില്പത്തിന്റെ അടിയിലത്തെ പീഠ ഉൾപ്പെടെയാണ് ആ ഫോട്ടോകളിലൊക്കെ കാണുന്നത്. അപ്പം ഇവിടുന്ന് തന്നെ കൊണ്ടുപോയതാണ്. ഈ രണ്ടാമത്തേത് എപ്പോൾ വന്നു? ഇപ്പോൾ രണ്ടാമത്തെ പീഠവും രണ്ടാമത്തെ ഇതും ഉണ്ടല്ലോ. അപ്പം ഇത് തന്നെ കൊണ്ടുപോയി തിരിച്ചു വെച്ചാണ് രണ്ടാമത്തെ പീഠം വരേണ്ട ഓപ്ഷൻ ഇല്ലല്ലോ.